ഗൈസ് നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ ഐഫോണിനെ പറ്റിയുള്ള ഒരു വിയേർഡ് ആയിട്ടുള്ള ട്രൂത്ത് ആണ് ഞാൻ റിവീൽ ചെയ്യുന്നത്. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ എന്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടന്റെ ഇൻട്രൊഡക്ഷൻ നമ്മളെ 16 സെഗ്മെന്റിൽ ഐഫോൺ കൊണ്ടുവന്നു. സോ ഞാൻ ഒരുപാട് ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് ഇവിടെ ഡെഡിക്കേറ്റഡ് ക്യാമറ കൺട്രോൾ ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിതാ ക്യാമറ ഓൺ ആയി വന്നു. ഓക്കെ, ഫസ്റ്റ്. സെക്കൻഡ്, ഇപ്പൊ നമ്മൾ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്തു, ക്യാമറ ഓൺ ആയി വന്നു. ഇതൊന്നല്ലെങ്കിൽ ഇവിടെ പ്രസ് ചെയ്താൽ ക്യാമറ ഓൺ ആയി വന്നു. ഇതല്ലെങ്കിൽ ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്യാമറ ഓൺ ആയി വന്നു. ഇനി ഇതൊക്കെ പോട്ടെ, മേലെ ഇത് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടുന്ന് ക്യാമറ ഓൺ ആയി. പിന്നെ ആകെ ഉള്ളത് വെച്ചാൽ ഈ ക്യാമറ കൺട്രോൾ ഇട്ട് വെച്ചിട്ട് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാം, പിന്നെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടന്റെ റെലവൻസി എന്താണെന്നുള്ളത് എനിക്ക് ഇത്ര കാലം ഉപയോഗിച്ചിട്ട് മനസ്സിലായിട്ടില്ല. ഓൾറെഡി നമുക്ക് ഇത്രയും കാര്യങ്ങൾ ക്യാമറ ആക്സസ് ചെയ്യാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ബാക്ക് ടാപ്പ് പോലത്തെ പല ഗസ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും ആക്സസ് കൊടുക്കേണ്ട റെലവൻസ് എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഇതേപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസും ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനും വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കും. ഓക്കെ.